ആരും ശ്രദ്ധിച്ചില്ല കുക്കറിന്റെ വിസിലടിച്ചത്. എന്തിനെ ശ്രദ്ധിക്കേണ്ട? ഇവരുടെ അടുത്തുണ്ട് വിസിൽ എണ്ണുന്ന പ്രസ്റ്റീജിന്റെ ഇൻഡക്ഷൻ കുക്കർ. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. നമ്മൾ ടോപ്പ് 5 ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കർ കമ്പനികൾ ഏതൊക്കെയാണ്, ഈസി കുക്കാണോ, മറ്റുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് മറ്റുള്ള വീഡിയോകളിലായിട്ട്. ടോപ്പ് ഫസ്റ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ടോപ്പ് 5 നിൽക്കുന്ന ഏറ്റവും മികച്ച ബ്രാൻഡ് ഇൻഡക്ഷൻ കുക്കറുകളിൽ ഏതാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തിയിരുന്ന ആ വീഡിയോ എടുത്ത് വെച്ച് കാണുക. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഈ ഒരു പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കറിനുണ്ട്. സാധാരണ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പ്രസ്റ്റീജ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കാലമായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്, അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് പ്രസ്റ്റീജിൻ്റെ ഈ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കർ മോഡൽ വരുന്നത് PIC 6.1 V3 വേർഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓട്ടോമാറ്റിക് വിസിൽ കൗണ്ടർ, അതാണ് നമ്മൾ കുക്കർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുക്കറിൻ്റെ വിസിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ വിസിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 3 വിസിലാണ് വേണമെങ്കിൽ നമ്മൾ 3 വിസിൽ ആകുന്ന സമയത്ത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഓഫാവും, കറണ്ടടുപ്പ് ഓഫാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ വിസിൽ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുക്കർ വെക്കുകയാണെങ്കിൽ കുക്കർ ഇപ്പോൾ 4 വിസിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കുക്കർ നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ പാചകമാകുന്ന കുക്കർ 4 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡക്ഷൻ കുക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അപ്പോൾ നമുക്ക് ഒരു വിസിലാകുമ്പോൾ ഓഫാക്കണേ, 2 വിസിലാക്കുമ്പോൾ ഓഫാക്കണേ എന്ന് നമുക്ക് ഒരാളെ പറഞ്ഞ് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് അടുപ്പയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പ്രസ്റ്റീജ് പറയുന്നത്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫീച്ചർ. സാധാരണഗതിയിൽ നമുക്കറിയാം ഏകദേശം ഇതിനൊരു 3200 രൂപയൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്ന ഒരു റേറ്റുള്ളൊരു പ്രൊഡക്റ്റാണ്. 3200-4000ഒക്കെയാണ് ഇതിൻ്റെ MRP വരുന്നത്. 3200 ലഭിക്കും. 1 വർഷം വാറണ്ടി ഉണ്ട്, ഷോപ്പ് വാറണ്ടിയാണ്. ഷോപ്പ് എവിടെയാണോ വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്താൽ 1 വർഷത്തെ വാറണ്ടി കാർഡ് നിർബന്ധമാണ്. വാറണ്ടി കാർഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് വാറണ്ടി ലഭിക്കും. അതൊക്കെയാണ് കമ്പനി പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ. ഈ 2200 വാട്ട്സാണ് ടോട്ടൽ മെഷർമെൻറ്റ് വരുന്നത്. ടോട്ടൽ വാട്ട്സ് പവർ എന്ന് പറയുന്നത് 2200 വാട്ട്സാണ്. അതായത് 1 മണിക്കൂർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 യൂണിറ്റ് വൈദ്യുതി എടുക്കുമെന്നർത്ഥം. 1000 വാട്ട്സ് ആണെങ്കിൽ 1 മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ 1000 വാട്ട്സ് ആകുമ്പോൾ 1 യൂണിറ്റ് കറണ്ട് ചാർജ് എടുക്കും എന്നുള്ളതാണ്. ഇത് 2200 വാട്ട്സ് വരും. നമുക്ക് വോൾട്ടേജ് നമുക്ക് ചൂട് കുറയ്ക്കുന്നതിനനുസരിച്ച് വാട്ട്സ് പവർ കുറഞ്ഞ് വരും. മാക്സിമം ചൂടിലിടുന്ന പ്ലസ് എന്ന ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ടച്ച് പാനലായതുകൊണ്ട് പ്ലസ് ബട്ടൺ നോക്കി കൊടുക്കുകയാണെങ്കിൽ 2200 വാട്ട്സിലിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 1200 തൊട്ടിട്ട് 2200 വരെയൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ യൂണിറ്റിലുള്ള വ്യത്യാസം കൂടുകയും കുറയുകയും ചെയ്യും. പിന്നെ വരുന്നത് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്ററാണ്. അതായത് നമ്മൾ ഒരു നമുക്കറിയാം സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതേപോലത്തെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ലൈനിലൂടെ വരുന്ന വോൾട്ടേജിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇത് റെഗുലേറ്റ് ചെയ്തിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. വോൾട്ടേജ് ഹൈ വോൾട്ടേജ് വരെ ലോ വോൾട്ടേജ് വരാണെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ കാലം ഈട് നിൽക്കുന്നതാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ടച്ച് പാനലാണ് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ ബട്ടണല്ല, ടച്ച് പാനലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ടോപ്പ്, അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് ഒരിക്കലും ചൂടായിക്കൊണ്ട് പൊട്ടില്ല. നിലത്ത് വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടാലേ പൊട്ടുള്ളൂ എന്ന് കമ്പനി നിർബന്ധം പിടിക്കുന്നുണ്ട്. അല്ലാതെ ചൂടായിക്കൊണ്ട് ഒരിക്കലും ഇതിൻ്റെ ഗ്ലാസ് പൊട്ടൂല എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് വിസിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്നു. ഓട്ടോമാറ്റിക് വിസിൽ കൗണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേകത പോരാതെ ഓട്ടോമാറ്റിക് കീപ്പ് വാം എന്ന് പറഞ്ഞൊരു പ്രത്യേകത, അത് സ്വാഭാവികമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നൊരു പ്രത്യേകത തന്നെ. ഓട്ടോമാറ്റിക് കീപ്പ് വാം എന്താണ്? ഓട്ടോമാറ്റിക് കീപ്പ് വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദീർഘമായ നേരം ചൂട് നിലനിൽക്കുക. അതായത് പാചകം ചെയ്ത ശേഷം ആ പാചകം ചെയ്ത ഭക്ഷണം നമുക്കറിയാം ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പാചകം ചെയ്ത ഭക്ഷണം തണുത്ത് പോകും. ഓട്ടോമാറ്റിക് സ്വാഭാവികമാണ്, തണുത്ത് പോകുന്നുള്ള യാതൊരു സംശയമില്ല. അങ്ങനെ തണുത്ത് പോകുന്ന സമയത്ത് ഈ ഓട്ടോമാറ്റിക് കീപ്പ് വാം എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഭക്ഷണത്തെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഹെവി ആയിട്ടല്ല, ചെറിയ രൂപത്തിൽ ഹീറ്റ് കിട്ടും. ചൂടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ചൂടായിക്കൊണ്ടിരിക്കും, അതായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമുക്ക് സെർവ് ചെയ്യേണ്ടത് ആ സമയം വരെ അതിനകത്തുള്ള ആ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന ടൈമിലുള്ള ആ ചൂട് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്
എപ്പോഴും ഫ്രഷ് കുക്കിംഗ് ആയിരിക്കും, അതായത് ഫ്രഷ് ആയിട്ടുള്ള ആ ചൂട് എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കും. അതാണ് ഓട്ടോമാറ്റിക് കീപ്പ് വാം എന്ന് കമ്പനി ഉദ്ദേശിക്കുന്ന സംഭവം. ദീർഘനേരം നമുക്ക് പാചകം ചെയ്ത് കഴിഞ്ഞാലും ദീർഘനേരം ആ ഒരു പാചകം ചെയ്ത സമയത്ത് ആ ചൂട് നിലനിർത്തി കൊണ്ടുപോകുക, അതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ചെറിയ നേരിയ ലെവലിലായിരിക്കും ഇതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അധികം വലിയൊരു കറണ്ട് ചാർജൊന്നും അതിനകത്ത് വരുന്നില്ല. അതൊക്കെയാണ് കമ്പനി പറയുന്ന ഒരു ഈ ഓട്ടോമാറ്റിക് കീപ്പ് വാം എന്നുള്ള ഫെസിലിറ്റി. അപ്പോൾ അതിൻ്റെ മോഡൽ ഞാൻ പറഞ്ഞു, ഇവിടെ കാണാം. പ്രസ്റ്റീജ് PIC 6.1 V3 2200 വാട്ട്സ് ആണ്. ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ബ്ലാക്ക് നിറമാണ് വരുന്നതെന്നൊക്കെ കമ്പനി പറയുന്നു. ഞാൻ ഇവിടെ കാണിച്ച പോലെ തന്നെ 26% ഡിസ്കൗണ്ടാണ് ആമസോൺകാർ ഇത് വിൽക്കുന്നത്. 3190 രൂപ. ഒരു വർഷം വാറണ്ടിയും കമ്പനി അവകാശപ്പെടുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണിത്. ഈ പ്രസ്റ്റീജിൻ്റെ ഇത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വിസിൽ കൗണ്ടറാണ്. അതായത് നമുക്ക് പ്രഷർ കുക്കറിൻ്റെ വിസിൽ കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണോ വിസിൽ വേണ്ട വിസിൽ കൗണ്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഇത് ഓഫായി പോകും. അതായത് കുക്കർ, ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ കരണ്ടടുപ്പ് ഓഫായിക്കോളും. നമ്മൾ ഓഫാക്കേണ്ട ആവശ്യമില്ല. വിസിൽ എണ്ണി മൂപ്പർ തന്നെ അതിൻ്റെ ഒരു സെൻസർ ഉണ്ട്. അതിനുള്ളൊരു സെൻസർ ഉള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പം അത്തരം ഫെസിലിറ്റി ഇതിനുള്ളത് കൊണ്ട് അത് ചെയ്യും. ഇനി എങ്ങാനും അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, കൗണ്ടിൽ അത് കറക്റ്റായിട്ട് ഓഫ് ആവുന്നില്ലെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആണ്, സർവീസ് ചെയ്യുക. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ വേറെ ചിന്തയുമായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെ വരാം.